ഈ സ്വർണം പണയം വെച്ചവരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. RBIയുടെ പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫുൾ എമൗണ്ട് കൊടുത്ത് നമ്മൾ സ്വർണം എടുക്കണമെന്നൊക്കെ. പക്ഷെ അത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ വലിയ എമൗണ്ടൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ പല ബാങ്കുകളിലും പോയി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വെച്ച ബാങ്കിലല്ല, അല്ലാതെ വേറെ ഒരു ബാങ്കിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ തന്നെ വന്ന് പൈസ കൊടുത്ത് ഈ സ്വർണം എടുത്ത് അവരുടെ ബാങ്കിൽ വെക്കും. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ വലിയ വലിയ എമൗണ്ട് ആണെങ്കിൽ മാത്രമേ അവർ വന്ന് സഹായിക്കുള്ളൂ. അപ്പോൾ ഈ ചെറിയ എമൗണ്ടിന് വെക്കുന്നവർ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് എവിടെന്നെങ്കിലും പൈസ കടം മേടിച്ചിട്ട് ഇതെടുത്ത് തിരിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പൈസ കടം മേടിച്ചിട്ട് വലിയ പലിശയ്ക്ക് പോയി പൈസ ഒന്നും കടം മേടിക്കരുത്. പിന്നെ നമ്മൾ ഈ ഗോൾഡ് എടുത്തിട്ട് ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പലിശ വേറെ കയറും. സാധാരണക്കാരനെ എന്തായാലും ദ്രോഹിക്കാനുള്ളൊരു സെറ്റപ്പ് തന്നെയാണത്. ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ പൈസയ്ക്ക് ആവശ്യമുള്ളവനാണല്ലോ കൊണ്ട് പണയം വയ്ക്കുന്നത്. പിന്നെ അവനോട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ എമൗണ്ട് കൊടുത്ത് എടുക്കണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസ ഉള്ളവനെ ഇത് ബുദ്ധിമുട്ടിക്കത്തുമില്ല. എന്ന് വെച്ചാൽ പല ബാങ്കുകളും സഹായിക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ കാര്യം, നാട്ടിൽ നിന്ന് ഇപ്പോൾ 2-3 കൂട്ടുകാരന്മാരെ എൻ്റെ അടുത്ത് വിളിച്ച് വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒന്ന് മറിക്കാൻ പൈസ കിട്ടുമോ എന്ന് വെച്ചാൽ ഗോൾഡ് നിന്ന് എടുത്തിട്ട് വേറെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കൊള്ളാം. സോ നിങ്ങൾ ഒരുപാട് പൈസയ്ക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. അതിപ്പം നമ്മളൊരു അങ്ങനെ ചെയ്തു. ബാങ്കിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പം പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പൈസ കയ്യിൽ ഇല്ലാത്തവന് ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉള്ളൊരു പരിപാടിയാണത്.